സ്വാഗതം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് പ്രധാന വാർത്തകൾ. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സ ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബെങ്കറ്റ് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാകില്ല. വിവാദമായിട്ടും അധിക്ഷേപം ആവർത്തിച്ച് എം എം മണി. മാനസികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. പാർട്ടിയോട് വിരട്ടൽ വേണ്ട, കുടുംബത്തോട് സഹാനുഭൂതിയുണ്ടെന്നും മണി. സാബു തോമസിന്റെ നിക്ഷേപം മുഴുവൻ മടക്കിക്കൊടുത്ത സഹകരണ സംഘം. വനം വകുപ്പിനെതിരെയും എം എം മണി. ജീവരക്ഷയ്ക്ക് ജനങ്ങൾ വേണ്ടത് ചെയ്യണം, എല്ലായ്പ്പോഴും നിയമം പാലിക്കാൻ കഴിയില്ല എന്നും എം എം മണി. തിരുവനന്തപുരത്ത് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം. സംഭവം കരകുളം PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ. മരിച്ചതുടമയെന്ന് സംശയം. ദുരൂഹത തുടരുന്നെന്ന് മന്ത്രി GR അനിൽ. നിമിഷപ്രിയയുടെ വധശിക്ഷാ തീരുമാനം സ്ഥിരീകരിച്ച് കേന്ദ്രം. ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രിക്കെതിരെ രൂക്ഷ പ്രതിഷേധം. നിതീഷ് റാണയുടെ വാക്കുകൾ കേരളത്തോടുള്ള സംഘപരിവാർ മനോഭാവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ CPM നേതാക്കൾ പറയുന്നത് പോലെയെന്ന് VD സതീശൻ. നിതീഷിനെ അയോഗ്യനാക്കണമെന്ന് KC വേണുഗോപാൽ. ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ്, മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു. പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. 7 മണിയായപ്പോൾ മാഡം അവേക്കായി. ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. MLA കണ്ണു തുറന്നു, കൈകാലുകൾ അനക്കി. ശ്വാസകോശത്തിലെ അണുബാധ കുറയ്ക്കാൻ തീവ്ര ശ്രമം. വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർമാർ. സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദീകരണം തേടി ഹൈക്കോടതി. നമ്മൾ 28-ാം തീയതി വീണ്ടും കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ സിവിയർ നേച്ചറായി പെടുത്തിയിട്ടുണ്ട് എന്ന് 5 മാസത്തിന് ശേഷം തുടർച്ചയായി കേരളം നടത്തിയിട്ടുള്ള ഒരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സ്ഥിതി ഉണ്ടായി. നമുക്ക് ഇതൊരു 2 മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ. വയനാട് ഉരുൾപൊട്ടൽ തീവ്ര ദുരന്തമാക്കിയാൽ മാത്രം പോരെന്ന് റവന്യൂ മന്ത്രി. കേരളം ആവശ്യപ്പെട്ട 3400 കോടിയുടെ സഹായം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നും മന്ത്രി. പുതുതായി 1 രൂപ പോലും കിട്ടിയില്ല. പുതിയ പ്രഖ്യാപനം ഭാവിയിൽ MP ഫണ്ട് വിനിയോഗിക്കാനും കേന്ദ്ര ഏജൻസികളുടെ സഹായങ്ങൾക്കും ഉപകരിക്കുമെന്ന് വിലയിരുത്തൽ. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. അങ്ങനെ പറയേണ്ട കാര്യമൊന്നും സംബന്ധിച്ചില്ല. ആ സുഹൃത്തുക്കൾ ആരാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ആരാന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല. പക്ഷെ അതൊരു ആക്ഷേപമാണ് കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി. വായിൽ തോന്നിയത് പറയുന്നുവെന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് പരസ്യമായി മറുപടി നൽകി G സുധാകരൻ. മിണ്ടാതിരിക്കാൻ തമ്പുരാന്റെ കാലമല്ല, അപമാനിക്കാൻ പറഞ്ഞത് പറയിപ്പിച്ചതാണെന്ന് സുധാകരൻ. ശിവഗിരി സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശം വിവാദത്തിൽ. മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമോ എന്ന് V മുരളീധരൻ. പിണറായിയുടേത് സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനയുടെ തുടർച്ചയെന്നും മറുപടി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ 8ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം. ഫൈനലിൽ ഇന്ന് ബംഗാളിനെ നേരിടും. ഫൈനൽ രാത്രി 7:30. വിശദമായി നോക്കാം. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ച് എം എം മണി. സാബു തോമസിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നു, ചികിത്സ ചെയ്തിരുന്നു എന്ന് പരിശോധിക്കണമെന്നായിരുന്നു എം എം മണിയുടെ പരാമർശം. എനിക്ക് തോന്നിയിരിക്കുന്നതാണ്, മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ,
വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാ. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബെങ്കറ്റ് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല, ഞങ്ങൾ അതിനൊന്നും വഴങ്ങില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞങ്ങളെ ഈ പാവമാരെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകില്ലെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ ആരും വരണ്ട. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സഹാനുഭൂതിയുള്ളൂ, അദ്ദേഹത്തെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോർത്ത് ഇപ്പം ഞങ്ങൾ വിട്ടേച്ച് പോകുന്ന ആരും സ്വപ്നവും കാണണ്ട. എങ്ങനെയും ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നും എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. അത് ഞങ്ങൾ ബാധ്യതയുണ്ട്, അത് അംഗങ്ങളുള്ള ഞങ്ങൾക്ക് ചുമതലയുണ്ട്. അവിടെ വോട്ട് ചെയ്താണ് ഞങ്ങളുടെ ബോർഡിനെ കൊണ്ടുവന്നത്. LDFിൻ്റെ അല്ല ബോർഡ്. അതെ, അതുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ മാർഗവും ഞങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ആ മനുഷ്യൻ മരിച്ചതിൽ, ആ സഹോദരൻ മരിച്ചതിൽ ഞങ്ങൾക്ക് ഖേദവും ദുഃഖവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിനോ ആ ബോർഡിൻ്റെ പ്രസിഡന്റ് PR സജിക്കോ ഒരു പങ്കുമില്ല. അതിനിതൊക്കെ ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ കട്ടപ്പനയിൽ CPM വിളിച്ചു ചേർത്ത നയവിശദീകരണ യോഗത്തിലായിരുന്നു MM മണിയുടെ ഈ അധിക്ഷേപ പരാമർശം. സാബുവിന്റെ കുടുംബത്തിനോട് സഹാനുഭൂതിയുണ്ടെന്നും പരാമർശിച്ചു. വിവാദമായതോടെ സാബുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് MM മണി വിശദീകരിച്ചു. അല്ല, അദ്ദേഹത്തിന്റെ മാനസികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? തെറ്റ് അയാൾ മരിച്ചതിൽ അതിയായ ഖേദവും ദുഃഖവും. അതിനിടെ സാബു തോമസ് നിക്ഷേപിച്ച തുക കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തിരികെ നൽകി. മടക്കി നൽകാനുള്ള 15 ലക്ഷം രൂപ കട്ടപ്പന അർബൻ ബാങ്കിൽ അടച്ചതായാണ് സൊസൈറ്റി അധികൃതരുടെ വിശദീകരണം. സാബുവിന്റെ മരണത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും കൃത്യമായ പുരോഗതിയില്ല. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതെന്നാണ് സംശയം. സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. മന്ത്രി GR അനിലിന്റെ വാക്കുകളിലേക്ക്. വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പോലീസും മറ്റുദ്യോഗസ്ഥരുടെയും പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമായ ഒരു വിവരം നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ശ്രീ താഗ, അദ്ദേഹം ഇതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം കടുങ്കൈ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ്. കുറേ ദിവസമായി അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുടെ നടുവിലാണെന്നുള്ള കാര്യം എന്നെ കണ്ട സമയത്തും എനിക്ക് മനസ്സിലായി. വർത്തമാനം സ്ഥാപനം നടത്തണമെന്നുള്ള വലിയ പ്രതീക്ഷയും വലിയ ആഗ്രഹവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പക്ഷേ അതിന് പ്രയാസകരമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നുപെട്ടത് പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മുടെ ഇടപെടലിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. അന്ന് ഒരു ദിവസം ഈ സ്ഥാപനത്തിൽ വരാമെന്ന് ഞാനന്ന് പറയുകയും ചെയ്തു. വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ല. മറ്റൊരു സമയത്ത് പ്രോഗ്രാം അറിയിക്കാമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഇതാണ് അവസാനം കണ്ടുമുട്ടിയ സമയത്തുള്ള എൻ്റെ ഒരു അനുഭവം. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, മന്ത്രി തന്നെ GR അനിൽ തന്നെ പറയുന്നു ദുരൂഹതയുണ്ട് എന്ന്. ഇതാരാണ്, ആരുടെ മൃതദേഹമാണ് കണ്ടെത്തിയെന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? കോളേജ് ഉടമയുടെ തന്നെ സംശയങ്ങൾ വരുന്നു. അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ? എന്താണ് പോലീസ് പറയുന്നത്? അബ്ദുൾ അസീസ് താഹയുടെ തന്നെയാണ് മൃതദേഹമെന്ന ാണ് എത്തുന്നത്. കാരണം അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി 12 മണി വരെ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനവും കോളേജിൽ വളപ്പിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും കണ്ണടയും ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ആകട്ടെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന തരത്തിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ അദ്ദേഹം
അദ്ദേഹത്തിന്റെ മൊബൈലിൽ ചിത്രീകരിച്ചു എന്ന് വേണം കരുതാൻ. ഫോറൻസിക്കിന്റെ പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നതോടെ ഈ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. സാമ്പത്തികമായ ഒരു ഞെരുക്കം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ PA കോളേജിന്റെ ഉടമയായ അബ്ദുൾ അസീസ് കടന്നുപോയതെന്ന വിവരവും പോലീസ് നൽകുന്നുണ്ട്. ഇക്കാര്യം തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. നേരത്തെ ചില കൂടിക്കാഴ്ചകൾ സാമ്പത്തിക പരാധീനതയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രാത്രി 12 മണി വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്ന് പുകച്ചുരുളുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇക്കാര്യം കോളേജിലുള്ള മറ്റുള്ളവരെ അറിയിക്കുന്നത്. ശരി വിനോദ, നന്ദി. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലേത് തീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചെങ്കിലും ഈ തീരുമാനം കേരളത്തിന് കാര്യമായ നേട്ടമാകാനിടയില്ല. പുതിയ പ്രഖ്യാപനത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന് പുതിയ ഫണ്ടൊന്നും അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഭാവിയിൽ NDRFൽ നിന്ന് പണം അനുവദിച്ചാലും അതിന് മാനദണ്ഡങ്ങൾ തടസ്സമാവുകയും ചെയ്യും. തീവ്ര ദുരന്തമെന്ന കേന്ദ്ര പ്രഖ്യാപനം കേരളത്തിന്റെ രാഷ്ട്രീയ വിജയമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. നേരത്തെ പാർലമെന്റിലും പിന്നീട് കോടതിയിലും പറഞ്ഞിരുന്നത് കേരളത്തെ രേഖാമൂലം അറിയിച്ചുവെന്ന് മാത്രം. തീവ്ര ദുരന്തമെന്ന പ്രഖ്യാപനം ഫലത്തിൽ കേരളത്തിനൊന്നും നേടി നൽകില്ല. തീവ്ര ദുരന്തമെന്ന് കണക്കാക്കിയാണ് 153 കോടി നേരത്തെ കേന്ദ്രം അനുവദിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത തേടിയുള്ള കത്തിന് മറുപടി നൽകിയെന്ന് മാത്രം. അതായത് ഈ പ്രഖ്യാപനത്തിനപ്പുറം മറ്റ് അടിയന്തര സഹായമൊന്നും കേരളത്തിന് നൽകില്ലെന്ന് കൂടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ ഘട്ടത്തിൽ 1202 കോടി രൂപയുടെ അടിയന്തിരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ അസിസ്റ്റൻസായി നമുക്ക് ലഭ്യമാകണമെന്ന ആവശ്യവും ഇതുവരെ ഒരു അക്ഷരവും മുണ്ടിയിട്ടില്ല. നിലവിൽ ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ സമിതി 153 കോടി കേരളത്തിന് അനുവദിച്ചെങ്കിലും ഫലത്തിൽ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഈ ഇനത്തിൽ ഇനി കിട്ടുകയുമില്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പണം കൈമാറുന്നതിനുള്ള മാനദണ്ഡമാണ് ഇവിടെ വെല്ലുവിളി. സംസ്ഥാന ഫണ്ടിൽ അവശേഷിക്കുന്ന തുകയുടെ 50% കുറച്ചു മാത്രമേ കേന്ദ്ര ഫണ്ട് കിട്ടാൻ വ്യവസ്ഥയുള്ളൂ. നിലവിലെ കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നും കിട്ടില്ലെന്ന് ചുരുക്കം. പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി 2219 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. പ്രത്യേക പാക്കേജ് എന്ന ഈ ആവശ്യത്തിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. എന്നാൽ അതേസമയം തീവ്ര ദുരന്തമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഭാവിയിൽ കേരളത്തിന് നേട്ടമായേക്കും. MP-മാരുടെ ഫണ്ട് വിനിയോഗത്തിനും വിവിധ ഏജൻസികളുടെ സഹായം കിട്ടാനും തീരുമാനം വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ. ഫലത്തിൽ ഫണ്ടൊന്നും കിട്ടിയില്ലെങ്കിലും തീവ്ര ദുരന്തമെന്ന പ്രഖ്യാപനം ഭാവിയിൽ കേരളത്തിന് നേട്ടമായേക്കാം. കേന്ദ്ര വിജ്ഞാപനത്തിൽ തീവ്ര ദുരന്തമായി ഉൾപ്പെടുന്നതോടെ കേരളത്തിനുള്ള സാധ്യതകൾ ഇങ്ങനെയാണ്. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഭാവിയിൽ കൂടുതൽ സഹായം കിട്ടാനുള്ള സാധ്യത. MP-മാരുടെ വികസന ഫണ്ട് വയനാടിനായി ചിലവഴിക്കാനുള്ള സാധ്യത തുറക്കും. രാജ്യത്തെ എല്ലാ പാർലമെന്റ് അംഗങ്ങളുടെയും സഹായം തേടാം. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും സഹായം തേടാനുള്ള സാധ്യത. ദുരന്തബാധിതരുടെ വായ്പകൾക്ക് കൂടുതൽ ഇളവ് കിട്ടാനും സാധ്യതയുണ്ട്. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫ്ലക്സി ഫണ്ടുകളുണ്ട്. അതായത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ 25% ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുകയും കേന്ദ്ര ഗവൺമെന്റിനോട് അക്കാര്യം പറയുകയും ചെയ്യും. സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇക്കാര്യത്തിൽ കേരളത്തിന് ലഭിക്കുന്ന തുകയുടെ 50% ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണത്തിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കനിവ് കാണിച്ചാൽ ഇടപെടാൻ വേണ്ടി കഴിയും. പക്ഷേ കൂടുതൽ പണം അനുവദിച്ചാലും കേരളത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളി പണം ചിലവഴിക്കുന്നതിലെ മാനദണ്ഡങ്ങളുടെ തടസ്സമാണ്. ഉദാഹരണമായി, ഒരു വീട് പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് കേന്ദ്ര നിയമപ്രകാരം അനുവദിക്കാവുന്ന പരമാവധി തുക 1.3 ലക്ഷമാണ്. കേരള സാഹചര്യത്തിൽ ഈ തുക ഒട്ടും അഭികാമ്യമല്ല. റോഡ് പുനർനിർമ്മാണത്തിനും മറ്റ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ തുകയെ കേന്ദ്ര മാനദണ്ഡ പ്രകാരം ചിലവഴിക്കാനാകൂ. ഈ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാതെ കൂടുതൽ പണം കേരളത്തിന് അനുവദിച്ചാലും ഗുണം ചെയ്യില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കിയതായും ഡോക്ടർമാർ പ്രതികരിച്ചു. പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നടി ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കും. അതേസമയം സംഘാടനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശം പ്രതിപക്ഷ നേതാവ് തള്ളി. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് പരിക്കേറ്റ MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി. രാവിലെ കണ്ണു തുറന്ന് മക്കളെ തിരിച്ചറിയുകയും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു.
എന്നാൽ വെന്റിലേറ്ററിൽ തുടരുന്ന MLA അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ലെന്നും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വെല്ലുവിളിയായി മുന്നിലുണ്ടെന്നും ഡോക്ടർമാർ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ്, മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു. നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണ് തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. കണ്ണ് തുറക്കുവാനും കൈകാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചു എന്ന് മകൻ വിഷ്ണു. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പോൾ ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. ഇപ്പം 2 കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉമാ തോമസിനെ സന്ദർശിച്ചു. സുരക്ഷാ പരിശോധനയിൽ GCDAയ്ക്ക് വീഴ്ച പറ്റിയതായി VD സതീശൻ. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ? അങ്ങനെ ആയിരിക്കും നോക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ? സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയാ? പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ്, ആളുകൾ പുറത്തേക്ക് പോകുന്നത്, അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ? പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. സ്റ്റേജ് നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മൃദംഗവിഷന്റെ മുഖ്യ രക്ഷാധികാരിയായ സിജോയ് വർഗീസിന്റെയും പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായ നടി ദിവ്യ ഉണ്ണിയുടെയും മൊഴിയെടുക്കും. സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായാണെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്ത് ഉറപ്പുണ്ടായിരുന്നില്ലെന്നും പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗങ്ങളും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് UDF DGPക്ക് പരാതി നൽകി. നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ സംഘാടകരുടെ വിശദീകരണം തേടി ഹൈക്കോടതി. നിലവിൽ ജാമ്യം അനുവദിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് FIR-ലുള്ളതെന്ന് സർക്കാർ അറിയിച്ചു. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. മൃദംഗവിഷൻ MD നിഖോഷ് കുമാറാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയുടെ കേരള വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. നിതീഷ് റാണയുടെ പ്രസ്താവന പ്രകോപനപരവും അപലപനീയവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാക്കപ്പെടുന്നത്. വിദ്വേഷ പ്രസ്താവന നടത്തിയ നിതീഷ് റാണയ്ക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും മുഖ്യമന്ത്രി. സംഘപരിവാറും CPM-ഉം ഒരേ ആരോപണം ഒരുമിച്ചാണ് ഉന്നയിക്കുന്നതെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടല്ലോ, കേരളത്തിൽ തീവ്രവാദികളാണ്, പാകിസ്ഥാനാണ്, മിനി പാകിസ്ഥാനാണ്. നേരത്തെ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് BJP-യുടെ നേതാക്കന്മാരെ ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളന്ന് പറഞ്ഞത് എന്താ? സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിലെ CPM പ്രചരിപ്പിക്കുന്നത്. ഡൽഹിയിൽ PR ഏജൻസി വഴി കൊടുത്ത വാർത്ത, ഹിന്ദു പത്രത്തിൽ കൊടുത്ത മുഖ്യമന്ത്രിയുടെ അഭിമുഖ സംഭാഷണം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, വിജയരാഘവൻ്റെ പ്രസംഗം, അതിനെ CPM നേതാക്കൾ അതിനെ ഓൺ ചെയ്ത് സംസാരിച്ചത്, ഇതെല്ലാം കൂട്ടി വായിച്ചാൽ മതി. അത് തന്നെ BJP ദേശീയ നേതാക്കളും സംസ്ഥാനത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളം മിനി പാകിസ്ഥാനാണ്, ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം ഇപ്പോൾ നടത്തുന്നത് സംഘപരിവാറും CPM ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. കേരളം മിനി പാകിസ്ഥാനാണെന്നും രാഹുലും പ്രിയങ്കയും ജയിച്ചത് ഭീകരവാദികളുടെ വോട്ട് നേടിയാണെന്നുമായിരുന്നു നിതീഷ് റാണയുടെ വിവാദ പ്രസ്താവന. ശ്രീനാരായണ ഗുരുവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവിനെ സനാതന ചട്ടക്കൂടിൽ ഒതുക്കിക്കൂട്ടാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി. സനാതന ധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ
വേദിയായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിമർശനവുമായി BJP നേതാവ് വി മുരളീധരൻ. മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്താൻ മുഖ്യമന്ത്രി ധൈര്യപ്പെടുമോ എന്ന് മുരളീധരൻ ചോദിച്ചു. സനാതനധർമ്മികളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. MK സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനയുടെ തുടർച്ചയെന്നും മുരളീധരൻ പറഞ്ഞു. ശിവഗിരിയിലെ വേദിയെ സനാതനധർമ്മികളെ അധിക്ഷേപിക്കാൻ, സനാതനധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല, ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ അവഹേളിക്കുന്നതിന്, ശിവഗിരി വിശ്വാസികളെ, ശ്രീനാരായണീയരെ അവഹേളിക്കുന്നത് തുല്യമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് തെറ്റായി വ്യാഖ്യാനിച്ച രാഷ്ട്രീയ താൽപര്യപ്രകാരമാണ് പരോൾ നൽകിയതെന്നാണ് പ്രതിപക്ഷ ആരോപണം. അതിനിടെ പരോൾ റദ്ദാക്കരുതെന്ന ആവശ്യവുമായി കൊടിസുനിയുടെ കുടുംബം രംഗത്തെത്തി. കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി P ജയരാജനും രംഗത്തു വന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിക്ക് 30 ദിവസത്തേക്ക് പരോൾ അനുവദിച്ച തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോഴും ജയിൽ വകുപ്പും സർക്കാരും മൌനം തുടരുകയാണ്. പരോൾ അനുവദിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഒഴിഞ്ഞുമാറി. പരോൾ അനുവദിക്കുന്നതിന് മനുഷ്യാവകാശ കമ്മീഷന് കൊടിസുനിയുടെ മാതാവ് സമർപ്പിച്ച കത്ത് മറയാക്കിയെന്ന ആക്ഷേപവും ശക്തമാണ്. പരോൾ അനുവദിക്കുന്നതിൽ ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പരിഗണിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള വിവേചനാധികാരമുണ്ടെന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര വകുപ്പിന് കൈമാറിയ കത്തിലെ പരാമർശം. ഇത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതായാണ് വിമർശനം. അതേസമയം വിഷയം സഭയിൽ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലാണ് KK രമയും പ്രതിപക്ഷവും. മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ്. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ് 2018 പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ, ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് 1 മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചിട്ട് ചെയ്യാണ്. ഈ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അതേസമയം കൊടിസുനിയുടെ പരോൾ റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടക്കിടക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവന്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കുള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനോ കിട്ടേണ്ടതല്ലേ? കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ CPM നേതാവ് P ജയരാജനും പിന്തുണ അറിയിച്ചു. സുനിക്ക് പരോളിന് അർഹതയുണ്ട്. കോവിഡ് സമയത്ത് പോലും കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്നും P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം. നിമിഷപ്രിയയുടെ മോചനത്തിന് കുടുംബം എല്ലാ വഴികളും തേടുന്നുണ്ടെന്ന് അറിയാമെന്നും എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യമൻ പൗരനായ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ 1 മാസത്തിനകം ശിക്ഷ നടപ്പാക്കാനാണ് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പാപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടുകൂടിയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ സ്ഥിരീകരിച്ചതോടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ആവശ്യമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു.
ഓപ്പൺ AI ഗവേഷകനും വിസിൽ ബ്ലോഗറുമായ 26-കാരനായ സുജിർ ബാലാജിയുടെ മരണത്തിൽ FBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. ശതകോടീശ്വരനായ വ്യവസായി ഇലോൺ മസ്ക് ഇതൊരു ആത്മഹത്യയുമായി തോന്നുന്നില്ലെന്ന് എക്സിൽ കുറിച്ചു. Our private investigation is still in very, very early stage, and police have not done any investigation. They took 40 minutes to make their cause of their determination, and they did not take into conclusion there was no suicide note. They didn't even, a medical examiner didn't even check with me what was his mental state. There are a couple of factors that are very vital to make a determination. They were all brushed off. And past 2 weeks, we have been trying our best to reach the medical examiner's office, chief of police, and every day our attorney tells a different story. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗ വിഷന്റെ പരിപാടിയിലെ സാരി വിവാദത്തിൽ മറുപടിയുമായി കല്യാൺ സിൽക്സ് രംഗത്ത്. സംഘാടകർ 12,500 സാരികളുടെ ഓർഡർ നൽകി 390 രൂപയ്ക്ക് സാരികൾ അവർക്ക് നൽകിയെന്നും മൃദംഗ വിഷൻ കുട്ടികളിൽ നിന്ന് ഇതിന് 1,600 രൂപ ഈടാക്കിയെന്നുമാണ് കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, വെറും 390 രൂപയ്ക്കാണ് സാരി നൽകിയതെന്ന് കല്യാൺ സിൽക്സ് പറയുന്നു. പക്ഷേ ഈ 390-ന് കല്യാൺ സിൽക്സ് സാരി നൽകുമ്പോൾ 1,600 രൂപയാണ് ഇതിനായി ഈടാക്കിയത് സംഘാടകരെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലേ, വലിയ തട്ടിപ്പിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മനസ്സിലാക്കണമോ നാമി? ഇപ്പോൾ ഈ കല്യാൺ സിൽക്സ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി രംഗത്തെത്താൻ കാരണം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കളിൽ നിന്നും വലിയ തുക, ഏകദേശം 5,000-ലധികം രൂപ വരെ കുട്ടികളിൽ നിന്നും ഈടാക്കിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ കമ്പനി നൽകുന്ന വിശദീകരണം ഈ കല്യാൺ സിൽക്സിന്റെ വസ്ത്രമാണ്, അതായത് ഈ കുട്ടികൾക്ക് ആ ഡാൻസിന് ധരിക്കേണ്ട വസ്ത്രം വില കൂടിയതാണ്. കല്യാൺ സിൽക്സ് എന്നാണ് അത് കസ്റ്റമൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ തുകയാണ്, അത് ഈ ഡ്രസ്സിന്റെ അടക്കം, കോസ്റ്റ്യൂമിന്റെ അടക്കം തുകയാണ് ഇത്രയേറെ വലിയ എമൗണ്ട് കുട്ടികളിൽ നിന്നും ഈടാക്കുന്നത് എന്നൊരു വിശദീകരണമായിരുന്നു ഈ മൃദംഗ വിഷൻ രക്ഷിതാക്കളോടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെ ഈ കല്യാൺ സിൽക്സിന്റെ പേര് കൂടി പരാമർശിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്തെത്തിയത്. വലിയ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് ഇത് അനാവശ്യമായി വലിച്ചു എന്നുകൂടി ഈ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ഈ സംഘാടകർ തങ്ങളെ സമീപിക്കുന്നത് 12,500 സാരികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് ഒരു സാരിക്ക് 390 രൂപയിലാണ് അത് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇവർ 1,600 രൂപയാണ് കുട്ടികളിൽ നിന്നും ഈടാക്കുന്നതെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കല്യാൺ സിൽക്സിന് ഈ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുകൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി മൃദംഗ വിഷൻ ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് കൂടി നടത്തിയെന്നാണ് നമുക്കിതിൽ മനസ്സിലാകുന്നത്. എന്തായാലും പോലീസ് ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതിലൊരു കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,90, പവൻ 56,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,865, പവന് 46,920. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇടവേളയ്ക്ക് ശേഷം കാണാം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. നമസ്കാരം.